Hello everyone, let's talk. Join us at Lausanne at our Let's Talk event from 16:30 to 18:30 on the 4th of November at London Liverpool Street. Please check Luke. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫുഡ് സ്റ്റെപ്സ് ഇൻ ലണ്ടൻ. അപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, ലണ്ടനിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മളങ്ങനെ ലണ്ടനിലേക്ക് പോകാൻ ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ മോൻ്റെ 8th ബർത്ത്ഡേ ആയപ്പോൾ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബിഗ് ഡേയ്സും നമ്മൾ ഒരു യാത്ര പോകും, വലുതോ ചെറുതോ എന്നൊന്നുമല്ല, ഒരു യാത്ര പോകും എന്നുള്ളത് നമ്മളങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ലണ്ടനിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ലണ്ടനിലേക്ക് അവിടേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 hour ട്രെയിനിൽ ട്രാവൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് നമ്മളങ്ങനെ പോവുകയാണ്. ആക്ച്വലി പ്രത്യേകിച്ച് യാതൊരു പ്ലാനിങ്ങും ഇല്ല. കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇന്നത് ചെയ്യും അത് ചെയ്യുന്ന ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാ വർക്ക് പ്രഷറും എല്ലാ സ്ട്രെസ്സും ഒഴിവാക്കിയിട്ട് കുറച്ച് ദിവസം അത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് നമ്മളൊരു നല്ലൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മോനെയും കൂട്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ട്രെയിനിൽ കയറി അങ്ങനെ എന്താ പറയുക, അത്യാവശ്യം നല്ല കാഴ്ചകളാണ്. ഇതിപ്പോൾ വിൻ്ററിൻ്റെ ഏകദേശം ഒരു തുടക്ക സമയമാണ്. ഒരു എന്താ പറയുക, ഒരു പച്ചയിലേക്ക് മഞ്ഞയിലേക്ക് ആവുന്ന ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത്. തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, എൻജോയ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, വളരെയധികം ശാന്തവും സമാധാനവുമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ പഠിച്ചതൊക്കെ ലണ്ടൻ നോർത്തംബ്രിയ യൂണിവേഴ്സിറ്റിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ലണ്ടൻ ബ്രിഡ്ജും. അപ്പോൾ ആ ടൈമിലൊക്കെ വീക്കിലി ഒരു 4 days ഒക്കെ നമുക്ക് അടുപ്പിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദിനം നമ്മൾ പോയി വരുന്ന ഒരു റൂട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ജോലിയൊക്കെ സെറ്റിൽ ആയതോടുകൂടി നമ്മളങ്ങനെ പോവലില്ല, നമുക്ക് ലീവ് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ മോന് സ്കൂൾ ഒക്കെ ആയല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആക്ച്വലി ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ വന്ന വർഷത്തെ ഒരു ടൈമൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക, ഞാൻ ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ലണ്ടൻ റെയിൽവേ സ്റ്റേഷനല്ലായിരുന്നു. മനസ്സിലുണ്ട്, മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു ആ ടൈമിൽ. ഇപ്പോഴും അതേ ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വർഷം നമ്മൾ അടുപ്പിച്ച് വളരെ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ആകെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമായിട്ട് കുറച്ച് ദിവസങ്ങളും പിന്നെ കുറേ ഫുഡ് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല, ജസ്റ്റ് നമ്മൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ആക്ച്വലി ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആക്ച്വലി. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വേറൊരു ടൈം പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്